ഞാൻ പറഞ്ഞില്ല ആദ്യം ലൈവ് തുടങ്ങിയപാട് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അല്ല പ്രേത കഥയെല്ലാം പറയുന്ന സമയത്ത് അല്ല ഒരാള് സൂസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നീയാതെ ശരി, നമുക്ക് കണ്ണൂരിന്ന് കാണാം. ഈ മൂന്നാമത്തെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ OBSന്റെ സ്ക്രീൻ എന്ന് പറയും. അതായത് നമ്മളെ ഈ സ്ട്രീം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഇതിലിടും. അപ്പൊ നമുക്ക് സ്ട്രീമിൽ എന്തൊക്കെയാ നടക്കുന്നത്, എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, ചാറ്റ്, സൂപ്പർ ചാറ്റ്, അത് ഇത് ഡൊണേഷൻസ് കാര്യങ്ങളെല്ലാം ഈ മോണിറ്ററിലേക്ക് ആക്കും. അപ്പം ഡൊണേഷൻസ് ഒക്കെ വരാറുണ്ടല്ലോ, അതൊക്കെ എന്താ ചെയ്യല്? അതെന്ത് ചെയ്യും? പുട്ടടിക്കും. ഓ അപ്പൊ ശരിക്കുള്ള ഇവിടെയുള്ള ശരിക്കുള്ള ഇത് കുര്യാക്കോസാന്നല്ലോ. ശരിയായ റോമിയോ ഇവിടെ കുര്യാക്കോസാണ്. കുര്യാക്കോസിന് ഒരു പ്രേമുണ്ട് പോലും. കുര്യാക്കോസിന് ഒരു പ്രേമുണ്ട്. അങ്ങനെയാണെങ്കിലോ ആ കുര്യാക്കോസിന് തെങ്ങിനോട് അവന്റെ പ്രേമം ഒന്നിനോട് ഇവന് പ്രേമം തോന്നണ്ട. ഇംഗ്ലീഷും പറഞ്ഞു. നീ ഇപ്പൊ പറഞ്ഞെന്താ പറയാ, അക്ഷയയിൽ പോയിട്ട് ID കാർഡ് വേണമെന്ന് പറയുന്ന പോലെ നീ പറഞ്ഞ ID കാർഡ് കൊടുത്തു. അതുപോലെ നീ ഇപ്പൊ പറഞ്ഞു അങ്ങനെ ചോദിക്കരുത്. ID കാർഡ് സ്കൂളിലല്ലേ? അപ്പൊ ഇതാണ് തൊപ്പിയുടെ റൂം. തൊപ്പി ഇവിടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന എന്താ ഈ റൂമിലിരുന്ന്? ഈ റൂമിലിരുന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതോ? ഞാൻ ചിന്തിക്കലില്ല. അല്ല എന്നാലും ഒരു മീ ടൈം ഉണ്ടാവുമല്ലോ. അതൊരു ഗേ ക്വസ്റ്റ്യൻ. അത് നമ്മളങ്ങനെ അധികം ചിന്തിക്കലില്ല. ജീവിതത്തിൽ അങ്ങനെ ചിന്തിക്കലില്ല അധികം. ഒന്നും ചിന്തിക്കാറില്ല. വേണേ നമുക്ക് കുറച്ച് സമയം ചിന്തിക്കാം. വേണ്ടേ? ചിന്തിച്ചു നോക്കട്ടെ. ഒന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടുന്നില്ല. ബ്രോ ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ മടിയാണ്. ഞാൻ എന്ത് ചെയ്യും? മോട്ടിവേഷൻ കൊടുക്കും. നീ മോളുടെ ID എനിക്ക് അയച്ചു തരിക. പറയാൻ മടിയാണെന്ന്. മമ്മു സിംഗിൾ അല്ലേ? മമ്മു കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ട്. നീ കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാ ഓള വീടാണോ നീ കടത്തുക? എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ കിടക്കുക? അപ്പോ ജിമ്മില് പോണതിന് മുന്നേ പ്രീ വർക്ക്ഔട്ട് ഒന്നും കഴിക്കുന്നില്ല? അങ്ങനെയൊക്കെ പൊതുവെ ജിമ്മിൽ പോണവര് ഒരു പ്രീ ജിമ്മിൽ പോവാ. ഞാൻ പോവാറുണ്ട്. ഞാൻ കട്ടയാ. കണ്ടാ പറയല. അപ്പം പ്രീ വർക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. നമുക്ക് മര്യാദക്ക് ഫുഡ് വരെ നമ്മള് കഴിക്കല്ല. ജാസി കൈയിട്ടിളക്കിയ ചായ പ്രീ വർക്ക്ഔട്ട് ആയിട്ട്